കഥയെ ആരംഭിക്കുന്നത് സാന്റോ എന്ന ഫുഡ് ഡെലിവറി ബോയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജനിച്ചപ്പോൾ മുതൽ സാന്റോക്ക് ഓട്ടിസമുണ്ട്. പക്ഷെ അതൊന്നും അവന്റെ ദൈനംദിന ജീവിതത്തെയോ മുമ്പോട്ട് ജീവിക്കാനുള്ള ആർജവത്തെയോ ഒന്നും തടസ്സപ്പെടുത്തിയിരുന്നില്ല. എല്ലാ ദിവസവും അവൻ ഫുഡ് ഡെലിവറി ജോലിക്ക് പോകും. കൃത്യമായി റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം കളക്ട് ചെയ്യും. പുറത്തേക്കിറങ്ങുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന പല റൈഡേഴ്സും അവനെ കളിയാക്കും. പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്യില്ല. ജോലിയിൽ മാത്രമായിരിക്കും അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക. അന്നും അതുപോലെ ഒരു പാക്കേജ് കളക്ട് ചെയ്ത് അവൻ ബൈക്കിനടുത്തെത്തി. റെയിൻകോട്ട് എടുത്തു ധരിച്ചു. ആ വെയിലത്തും അവനങ്ങനെ കോട്ട് ധരിക്കുന്ന കണ്ടതും മറ്റ് റൈഡേഴ്സൊക്കെ അവനെ കളിയാക്കി. പക്ഷേ തൊട്ടു പിന്നാലെ അവിടെ ശക്തമായ മഴയാരംഭിച്ചു. സാന്റോ അതിനോടകം വെതറും മറ്റും നോക്കി മഴ പെയ്യാൻ പോകുന്നു എന്ന കാര്യം മനസ്സിലാക്കിയിരുന്നു. അവനെ കളിയാക്കിയ ആ ഫുഡ് ഡെലിവറി റൈഡേഴ്സൊക്കെ ആകെ നനഞ്ഞു കുളിച്ചു. അരമണിക്കൂറിനുള്ളിൽ അവൻ ഡെലിവറി ഏരിയയിലെത്തി ഫുഡ് ഡെലിവർ ചെയ്തു. പ്രൂഫിനായി കസ്റ്റമറുടെ ഒപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു. അന്ന് ഉച്ച കഴിഞ്ഞ് സാന്റോയ്ക്ക് ഒരു MMA ഡോജോയിലേക്കായിരുന്നു ഫുഡ് ഡെലിവറി ഉണ്ടായിരുന്നത്. ഫുഡുമായി സാന്റോ അവിടെ എത്തി. അവിടുത്തെ കോച്ച് പെട്ടെന്ന് സാന്റോയെ തിരിച്ചറിഞ്ഞു. സാന്റോ ഒരു ലെജൻഡറി MMA ഫൈറ്ററിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റർ ഇപ്പോഴും അവരുടെ ഡോജോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവ് സാന്റോയും ഫൈറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ചെയ്യുമെന്നായിരുന്നു കോച്ചിന്റെയും സാന്റോയുടെയും മറുപടി. അങ്ങനെയാണെങ്കിൽ ഒരു മാച്ച് നടത്തിയാലോ, സാന്റോയെ റിങ്ങിലേക്ക് ഇറക്കാം എന്നൊക്കെ സംസാരം വന്നതും കോച്ചും അതിന് സമ്മതിച്ചു. സാന്റോയും പാതി മനസ്സോടെ സമ്മതിച്ചിരുന്നു. വൈകാതെ റിങ്ങിൽ ഫൈറ്റ് ആരംഭിച്ചു. പക്ഷേ ഫൈറ്റ് ആരംഭിച്ചപ്പോ സാന്റോക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വർഷങ്ങളായി അവൻ പരിശീലനമൊന്നുമില്ലാതിരിക്കുകയാണ്. കുറച്ച് മർദ്ദനമേറ്റ ശേഷം സാന്റോയ്ക്ക് കുട്ടിക്കാലം ഓർമ്മ വന്നു. ഓട്ടിസമുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ അച്ഛൻ അവനെ ഒരുപാട് ട്രെയിൻ ചെയ്യിപ്പിച്ചിരുന്നു. ആരും അവനെ കളിയാക്കരുതെന്നും ഈ ലോകത്തിനെതിരെ അവൻ പൊരുതി നിൽക്കണം എന്നും ആഗ്രഹിച്ചായിരുന്നു അവന്റെ അച്ഛൻ അവനെ MMA പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. ആ ഓർമ്മകൾ വന്നതോടെ ഞൊടിയിടയിൽ സാന്റോയുടെ ഭാവം മാറി. മികച്ച ഫൈറ്ററെ പോലെ അവൻ തിരികെ ആക്രമിക്കാൻ ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ എതിരാളിയെ അടിച്ചു വീഴ്ത്തി ഒരുപാട് വേദനിപ്പിക്കാതെ സാന്റോ എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. പക്ഷേ എതിരാളി ദേഷ്യത്തിൽ അവനെ പിന്നിൽ നിന്ന് വന്നു പിടിച്ചു. സാന്റോ മടിച്ചില്ല. അവനെ മലർത്തിയടിച്ച് വീണ്ടും ലോക്ക് ചെയ്ത് ആ മത്സരത്തിൽ വിജയിയായി. അന്ന് ആ റിങ് വിട്ടിറങ്ങുമ്പോൾ അവിടെയുള്ള ഏവരും സാന്റോയെ വളരെയധികം ബഹുമാനത്തോടെയായിരുന്നു നോക്കിക്കണ്ടത്. അവരിൽ പലരും സാന്റോയുടെ കൂടെ കൂടി ഫോട്ടോസൊക്കെ എടുക്കാനും തുടങ്ങി. അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് സാന്റോ ഒടുവിൽ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിൽ സാന്റോയുടെ മുൻഭാര്യയും മകനുമുണ്ട്. നിഷേൽ എന്നാണ് മുൻഭാര്യയുടെ പേര്. മകൻ മിറോ. സാന്റോ വന്നതും മിറോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഡിന്നറിന് മുമ്പ് അവർ കുറച്ചുനേരം കളിച്ചു. വൈകാതെ ഡിന്നർ സമയമായി. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. ആ സമയം നിഷേൽ സാന്റോക്കടുത്ത് തനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്തോ സീരിയസ് കാര്യമാണ് എന്ന് സാന്റോക്ക് മനസ്സിലായിരുന്നു. രാത്രി കുറച്ച് പിന്നിട്ടപ്പോ സാന്റോയും നിഷേലും സംസാരിച്ചു. അടുത്ത ദിവസം വൈകുന്നേരം താനും മിറോയും ന്യൂയോർക്കിലേക്ക് പോവുകയാണ് എന്നായിരുന്നു നിഷേൽ സാന്റോയെ അറിയിച്ചത്. നിഷേലിന് അവിടെ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. വേദനയുണ്ടെങ്കിലും സാന്റോ ഒന്നും മിണ്ടിയില്ല. അവന്റെ ഹൃദയം തന്നെ തകർന്നു പോയിരുന്നു. മകൻ തന്നെ വിട്ട് പിരിയാൻ പോകുന്നു. മാസങ്ങൾക്ക് മുമ്പ് അവർ ഡിവോഴ്സ് ആയതാണ്. മകൻ മിറോയുടെ നിർബന്ധപ്രകാരമായിരുന്നു പിന്നീടും അവരൊരു വീട്ടിൽ തുടർന്ന് താമസിച്ചത്. ഇപ്പോൾ പരസ്പരം പിരിയേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുന്നു. ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു ചാടാൻ സാന്റോ ശ്രമിച്ചെങ്കിലും അതത്ര എളുപ്പമായിരുന്നില്ല. ആ രാത്രി അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം പുലർച്ചെ നിഷേലിനടുക്കൽ ചെന്ന് സാന്റോ പറഞ്ഞു, ഞാനും മിറോയും ഇന്നൊന്ന് പുറത്തു പൊക്കോട്ടെ, നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് തിരികെ എത്താം. നിഷേലിന് ആദ്യം അതിൽ മടിയുണ്ടായിരുന്നു. 3 മണിക്ക് പോവേണ്ടതാണ്. സാന്റോയും മിറോയും അതിനുള്ളിൽ മടങ്ങി വന്നില്ലെങ്കിലോ അവൾ സംശയിച്ചു. പക്ഷെ സാന്റോ ഉറപ്പ് പറഞ്ഞു. മിറോയും കൂടി നിഷേലിന് മേൽ പ്രഷർ ചെലുത്തിയപ്പോ ഒടുവിൽ പൊക്കോളാൻ നിഷേൽ അനുവദിച്ചു. സാന്റോ മകനെയും കൂട്ടി പുറത്തിറങ്ങി. അവർ ആദ്യം പോയത് ഒരു ആർക്കേഡിലേക്കായിരുന്നു. ഒന്നിച്ച് കളിച്ചു രസിച്ച് അവിടെ കുറേയധികം സമയം അവർ ചിലവഴിച്ചു. കുറച്ചു കഴിഞ്ഞ് അവരിരുവരും പുറത്തൊരിടത്തിരിക്കുമ്പോ മിറോ സാന്റോയോട് ചോദിച്ചു, അച്ഛനും ഞങ്ങളുടെ കൂടെ ന്യൂയോർക്കിലേക്ക് വരാത്തതെന്താ? അത് നിന്റെ അമ്മയുടെ തീരുമാനമാണ് എന്നായിരുന്നു സാന്റോയുടെ മറുപടി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മകനിൽ നിന്ന് അത് മറച്ചു പിടിക്കാൻ അയാൾ പാടുപെട്ടു. കുറച്ചു കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുകയായിരുന്നു. ആ സമയം ഒരു സെൽഫി എടുക്കാം എന്ന് മിറോ പറഞ്ഞു. സാന്റോയും മിറോയും സെൽഫി എടുക്കാൻ ആരംഭിച്ചു. അവർ സെൽഫിയും എടുത്തു. പിന്നാലെ മിറോ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിലേക്കൊരു ഫുഡ് ഡെലിവറി ഓർഡർ വന്നു. അബദ്ധത്തിൽ മിറോ അത് അക്സെപ്റ്റ് ചെയ്തു. അത് കണ്ടതും സാന്റോയോടവൻ ക്ഷമ ചോദിച്ചു. സാന്റോ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് മകനെ സമാധാനിപ്പിച്ചു. ആ അഡ്രസ് സാന്റോക്ക് പരിചയമുള്ളതായിരുന്നു. കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് സാന്റോ പറഞ്ഞു. പിന്നാലെ മിറോ ചോദിച്ചു, ആ ഓർഡർ ക്യാൻസൽ ചെയ്യണ്ട, ഇനിയും 2 മണിക്കൂറുണ്ടല്ലോ, നമുക്ക് വേഗം അത് ഡെലിവർ ചെയ്ത് തിരികെ വരാം. അങ്ങനെ ഫുഡും പിക്ക് ചെയ്ത് അവർ
അവർ ഡെലിവർ ചെയ്യുവാൻ വേണ്ടി യാത്ര തിരിച്ചു. യാത്ര ഒഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് കടന്നിരുന്നു. ഒഴിഞ്ഞ തെരുവുകൾ. അവിടെ നിന്നും മുമ്പോട്ട് സഞ്ചരിച്ച് അവർ ഒരു ഒറ്റപ്പെട്ട കെട്ടിടത്തിലേക്ക് എത്തി. ഇതിനിടയിൽ നിഷേൽ അവർ തിരികെ പോന്നു തുടങ്ങിയോ എന്ന് ചോദിച്ച് വിളിക്കുന്നുമുണ്ട്. സാൻഡോ ആ കോൾ എടുത്തില്ല. മുമ്പോട്ട് സഞ്ചരിച്ച് അവർ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലെത്തി. ഒരു ഗാർഡ് വന്ന് അവരെ തടഞ്ഞു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഫുഡ് ഡെലിവറിക്കാണെന്ന് പറഞ്ഞപ്പോ ആർക്കാണെന്ന് അയാൾ തിരക്കി. ബെൻ എന്ന വ്യക്തിക്കാണെന്ന് പറഞ്ഞതും അയാൾ ആ ഫുഡ് വാങ്ങി. പക്ഷേ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഫുഡുമായി മുമ്പോട്ട് പോവാൻ തുടങ്ങി. പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ. മിറോയും സാൻഡോയും അയാളുടെ പിന്നാലെ ചെന്നു. അയാൾ തിരിഞ്ഞു നിന്നെന്താ കാര്യമെന്ന് തിരക്കി. കാര്യം പറഞ്ഞതും അയാൾ പണമെടുത്തു കൊടുക്കാൻ ആരംഭിച്ചു. തെളിവിനായി സാൻഡോയും മിറോയും അയാൾക്കൊപ്പം ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതും പെട്ടെന്നൊന്ന് സംഭവിച്ചു. അവരുടെ പിന്നിൽ ഓടി വന്നിരുന്നൊരു വ്യക്തി വെടിയേറ്റ് വീണു. കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സും അവിടെ ഉണ്ടായിരുന്നു. വെടിയേറ്റ് വീണത് അവിടുത്തെ ഒരു പ്രധാന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് കണ്ടതും ഭയന്ന് സാൻഡോയും മിറോയും രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ചു. ആ ഗ്യാങ്സ്റ്റർ ബോസ്, മാഫിയ ബോസ് അവരെ കണ്ടിരുന്നു. എത്രയും വേഗം ആ സാക്ഷികളെ പിടികൂടാനും ഇല്ലായ്മ ചെയ്യാനും അയാൾ ഉത്തരവിട്ടു. പിന്നാലെ അവരെ പിന്തുടർന്നൊരു സംഘം ചെല്ലാൻ തുടങ്ങി. മകനുമായി രക്ഷപ്പെട്ടു പോവാനായിരുന്നു സാൻഡോയുടെ ശ്രമം. ഒറ്റപ്പെട്ട ആ മേഖലയിൽ സാൻഡോ തന്റെ സ്കൂട്ടറുമായി പാഞ്ഞു. പിടികൂടാൻ ശത്രുക്കൾ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ ഡിറക്ഷനിൽ നിന്നും ആളുകൾ ചുറ്റിവരിയാൻ തുടങ്ങിയതോടെ സാൻഡോയ്ക്ക് കെട്ടിടത്തിന്റെ അകത്തേക്ക് പോലും ഓടിച്ചു കയറ്റേണ്ടി വന്നു. ഒടുവിൽ തന്റെ MMA ബാക്ക്ഗ്രൗണ്ട് വെച്ച് ശത്രുക്കളോട് സാൻഡോ ഫൈറ്റ് ചെയ്യാനും ആരംഭിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിൽ സാൻഡോയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. ഉയരത്തിൽ നിന്നവർ താഴേക്ക് പതിച്ചു. സാൻഡോക്ക് സാരമായൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ആ ആഘാതം കൊണ്ടാകണം മിറോ അബോധാവസ്ഥയിലേക്ക് പോയിരുന്നു. സാൻഡോ മകനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ മിറോ അനങ്ങുന്നില്ല. പക്ഷേ പെട്ടെന്ന് സാൻഡോ വണ്ടിയിടിച്ച് കൂട്ടിമുട്ടിയ ഗ്യാങ്സ്റ്റർ സാൻഡോയ്ക്ക് മുമ്പിൽ എഴുന്നേറ്റ് വന്നു. തോക്ക് ചൂണ്ടി സാൻഡോയെ കൊല്ലാൻ തയ്യാറായി നിന്നു. അയാളുടെ പേര് മൈക്കിൾ എന്നായിരുന്നു. മാഫിയ ബോസിന്റെ സഹോദരനാണ് അവൻ. പക്ഷേ കാഞ്ചു വലിക്കാനായി അവൻ നിന്നപ്പോഴേക്കും അയാൾ മറിഞ്ഞ് താഴെ വീണു. ഉയരത്തിൽ നിന്ന് സാൻഡോക്കും മകനുമൊപ്പം താഴേക്ക് വീണ കൂട്ടത്തിൽ അവന്റെ ശരീരത്തിൽ ഒരു കമ്പി തറച്ചു കയറിയിരുന്നു. അത് അവന്റെ ജീവനെടുത്തു. മരണത്തിന്റെ കയ്യിൽ നിന്നും അണുവിട വ്യത്യാസത്തിൽ താൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ സാൻഡോ ഒന്ന് പാനിക്കാവുന്നുണ്ടായിരുന്നു. ഇതേസമയം മറുവശത്ത് മാഫിയ ബോസ് അവിടം വിട്ട് പോവാനൊരുങ്ങുകയാണ്. വൈകാതെ അയാളുടെ ചെവിയിൽ സഹോദരൻ മൈക്കിൾ കൊല്ലപ്പെട്ട വിവരമെത്തി. മാഫിയ ബോസ് തന്റെ സഹോദരന്റെ ശവശരീരത്തിനടുത്തെത്തി. അവന്റെ തണുത്തുറഞ്ഞ മൃതദേഹം കണ്ട് വേദനിച്ചു. ആ സാക്ഷികളെ പിടികൂടാനും ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നുതള്ളാനും മാഫിയ ബോസ് അതോടെ ഉത്തരവിട്ടു. അയാൾ അവിടെ തുടരാൻ തീരുമാനിച്ചു. കഥ അവിടെ നിന്നും ഈ സംഭവങ്ങൾ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പിലേക്ക് നീങ്ങുന്നു. മാഫിയ ബോസ് ആ കെട്ടിടത്തിലേക്ക് കടന്നെത്തുകയായിരുന്നു. അവിടെ ഒരു ആക്രമണത്തിന് എല്ലാ സാധ്യതയും നിലകൊള്ളുന്ന സമയം മാഫിയ ബോസിന്റെ അങ്കിളായ ബെൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾക്ക് വിശപ്പിന്റെ അസുഖമുണ്ട്. ആ പ്രശ്നത്തിനിടയിലും വിശന്നപ്പോ അയാൾ ഫുഡ് ഓർഡർ ചെയ്തു. കൂട്ടത്തിലുണ്ടായിരുന്നൊരു വ്യക്തി ചോദിച്ചു, ഈ സമയത്ത് ആരെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുമോ? പേടിക്കണ്ട, ബോസ് വരാൻ 3 മണിക്കൂർ എടുക്കും എന്നായിരുന്നു അപ്പോ ബെൻ പറഞ്ഞത്. തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് മാഫിയ ബോസ് വന്നു ചേർന്നു. അവിടെ പ്രധാനപ്പെട്ട 3 പോലീസ് ഓഫീസേഴ്സിനെ അവർ ബന്ദികളാക്കി വെച്ചിരുന്നു. ആ പോലീസ് ഓഫീസേഴ്സ് അവരുടെ വളരെ വലിയൊരു മയക്കുമരുന്ന് ശേഖരം കൈവശപ്പെടുത്തിയിരുന്നു. അതവരിപ്പോൾ എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ്. അതെവിടെയാണെന്ന് മൈക്കിൾ ബലം പ്രയോഗിച്ച് ചോദ്യം ചെയ്തെങ്കിലും പോലീസുകാർ വിട്ടുപറഞ്ഞില്ല. തങ്ങളെ കൊന്നാലും തങ്ങളത് പറയില്ല എന്നായിരുന്നു പോലീസ് ക്യാപ്റ്റന്റെ മറുപടി. തൊട്ടു പിന്നാലെ ക്യാപ്റ്റന്റെ കൂടെയുള്ള 2 ഓഫീസേഴ്സിനെയും അവർ വകവരുത്തി. ക്യാപ്റ്റനെ മാത്രം ജീവനോടെ നിലനിർത്തി വീണ്ടും ഉപദ്രവിച്ച് ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. പക്ഷേ ക്യാപ്റ്റൻ കുലുങ്ങിയില്ല. ഒരു ഘട്ടത്തിൽ ക്യാപ്റ്റന്റെ കെട്ടഴിച്ച് ക്യാപ്റ്റനെ കൂടുതലായി പീഡിപ്പിക്കാൻ മാഫിയ ബോസ് തീരുമാനിച്ചു. ഞൊടിയിടയിലായിരുന്നു ക്യാപ്റ്റൻ പ്രവർത്തിച്ചത്. ഒളിപ്പിച്ചൊരു പിസ്റ്റൾ കരസ്ഥമാക്കി ക്യാപ്റ്റൻ അവർക്കെതിരെ പൊരുതാൻ ആരംഭിച്ചു. എക്സിറ്റിന്റെ ഭാഗത്തേക്ക് ഓടിയ ക്യാപ്റ്റൻ അവരുണ്ടായിരുന്നവരുമായി ഒരു ഷൂട്ടൌട്ടിലേർപ്പെട്ടു. ശത്രുക്കളിൽ കുറച്ചുപേരെ വെടിവെച്ച് വീഴ്ത്തി. പിന്നാലെ ക്യാപ്റ്റൻ ആ മെയിൻ ഡോറിന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് അയാൾ വെടിയേറ്റ് വീഴുന്നത്. കൃത്യസമയത്തായിരുന്നു ഡെലിവറിക്കായി സാൻഡോയും മകനും പുറത്തെത്തുന്നതും സെൽഫി എടുക്കുന്നതും. ഒരു സാധാരണ ഡെലിവറി സാൻഡോയെയും മകനെയും സംബന്ധിച്ച് അതൊരു ദുസ്വപ്നമായി മാറി. കഥ പ്രസന്റിലേക്ക് വരുന്നു. മിറോയെ പൊക്കിയെടുത്ത് സാൻഡോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഗ്യാങ്സ്റ്റേഴ്സ് അവനെ ചുറ്റിവളഞ്ഞ് പിന്നാലെ ഓടിയെത്തുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർക്കെതിരെ സാൻഡോക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു.
ഒടുവിൽ അവൻ എഴുന്നേറ്റ് വന്നപ്പോ മിറോയെ അവിടെ കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ദൂരെ നിന്നും സാൻഡോ ഒരു ശബ്ദം കേട്ടു. ആരോ തന്റെ മകനെ പൊക്കിക്കൊണ്ടുപോയതാണ് എന്ന് മനസ്സിലാക്കിയ സാൻഡോ അങ്ങോട്ടേക്ക് വെച്ചുപിടിച്ചു. ഇതേ സമയം മറുവശത്ത് നിഷേലിനടുക്കൽ ബെർണാഡി എന്ന പേരുള്ള നിഷേലിന്റെ പുതിയ കാമുകൻ എത്തിച്ചേർന്നിരിക്കുകയായിരുന്നു. സാൻഡോയും മകനും പുറത്തുപോയിട്ട് വരാത്തതിനെ ചൊല്ലി നിഷേലും ബെർണാഡിയും തമ്മിൽ വലിയ വാക്കുതർക്കം തന്നെ നടന്നു. 3 മണിക്ക് ന്യൂയോർക്കിലേക്ക് പോവാൻ സാധിച്ചില്ലെങ്കിലോ എന്ന ഭയമായിരുന്നു ബെർണാഡിക്ക്. മിറോയുടെ കാര്യമൊന്നും അവനൊരു പ്രശ്നമേ ആയിരുന്നില്ല. സാൻഡോയെപ്പോലെ ഒരുത്തന്റെ കൂടെ മിറോയെ നീ പറഞ്ഞയക്കുമോ എന്ന് ചോദിച്ച് നിഷേലിനെ അവൻ ഒരുപാട് കുറ്റപ്പെടുത്തി. മിറോയെ അന്വേഷിക്കുകയായിരുന്ന സാൻഡോ ഒടുവിൽ മിറോയെ കണ്ടെത്തി. ഒരു സ്ഥലത്ത് കെട്ടിയിട്ടപ്പെട്ട നിലയിലായിരുന്നു അവൻ. മകനെ അയാൾ മോചിപ്പിച്ചു. അപ്പോഴേക്കും മിറോക്ക് ബോധവും വന്നിരുന്നു. തോളിലിട്ട് മിറോയുമായി അയാൾ പുറപ്പെടാനിറങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അങ്കിൾ ബെൻ കടന്നു വന്നു. തോക്ക് ചൂണ്ടി അവരെ ബന്ദിയാക്കി ഭീഷണിപ്പെടുത്തി. മിറോയോട് ഓടാൻ പറഞ്ഞ് സാൻഡോ ഒരു ഏറ്റുമുട്ടലിലേക്ക് കടന്നു. ഇതിനിടയിൽ അങ്കിൾ ബെന്നിന്റെ കയ്യിൽ നിന്ന് വെടിയുതിർന്ന് അവിടുത്തെ സിലിണ്ടറിൽ കൊണ്ടു വലിയൊരു സ്ഫോടനം തന്നെ നടന്നു. ഭാഗ്യവശാൽ മിറോയ്ക്കും സാൻഡോക്കും അവിടെ നിന്ന് പുറത്തു കിടക്കാൻ സാധിച്ചിരുന്നു. ബെന്നിനും അപകടമൊന്നും സംഭവിച്ചില്ല. ഒരിടത്തേക്ക് മറഞ്ഞൊളിച്ച സാൻഡോയും മിറോയും അവിടെ ഇരുന്ന് ബാക്കി കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. തന്റെ ഫോണിൽ സാൻഡോ പോലീസിനെ കോണ്ടാക്ട് ചെയ്തു. നേരത്തെ എടുത്ത ഫോട്ടോസ് അടക്കം അറ്റാച്ച്മെന്റായി വെച്ചുകൊണ്ട് തങ്ങളുടെ ലൊക്കേഷൻ അടക്കം ഷെയർ ചെയ്യാൻ നോക്കി. പക്ഷേ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫോട്ടോ ഒന്നും സെൻഡ് ആവുന്നില്ല. ഇതേ സമയം സാൻഡോയെയും മിറോയെയും ഓർത്ത് നിഷേൽ വല്ലാതെ അസ്വസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. നിഷേലിന്റെ കാമുകൻ ബെർണാഡിയാകട്ടെ അതിലൊന്നും ഒരു കൂസലും കാണിക്കുന്നില്ല. അയാൾക്കാകെ അവൾ ന്യൂയോർക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്യുമോ എന്ന ഭയം മാത്രമാണുള്ളത്. ബെർണാഡിയുടെ ഉദ്ദേശം മോശമാണെന്നും അയാൾക്കാകെ വേണ്ടത് ന്യൂയോർക്കിലേക്ക് പോകുന്നത് മാത്രമാണെന്നും നിഷേല് തിരിച്ചറിഞ്ഞു. സാൻഡോയെ ഒരു പരിധിക്കപ്പുറം കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോ നിഷേൽ അവന്റെ മുഖത്തടിച്ചു. ഇതേ സമയം മറുവശത്ത് ഒളിച്ചിരുന്നിടത്തു നിന്ന് പുറത്തു കടന്ന സാൻഡോയും മിറോയും പുറത്തു കടക്കാനുള്ള വഴി നോക്കുകയാണ്. അവർ അവിടെ ഒരു ജനൽ കണ്ടു. അതുവഴി പുറത്തു ചാടാനായി അങ്ങോട്ടേക്ക് എത്തി. അപ്പോഴേക്കും സാൻഡോയുടെ ഫോണിൽ നിന്നുള്ള മെസ്സേജും സെൻഡായിരുന്നു. ബാക്കപ്പ് കൺഫർമേഷൻ അറിയിച്ച് അവർക്ക് മെസ്സേജും വന്നു. സാൻഡോ സന്തോഷിച്ചു. പക്ഷേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് തോക്ക് ചൂണ്ടി ബെന്നെത്തിയിരുന്നു. സാൻഡോ ബെന്നിനോട് ക്ഷമ ചോദിച്ച് തങ്ങളെ വെറുതെ വിടാൻ അപേക്ഷിച്ചു. തങ്ങൾ ഇതിലൊന്നുമുള്ള ആൾക്കാരല്ലെന്നും ഭക്ഷണം ഡെലിവർ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണെന്നും സാൻഡോ വേദനയോടെ പറഞ്ഞു. അങ്കിൾ ബെന്നിനും കാര്യം മനസ്സിലായി. സാൻഡോ ഓട്ടിസമുള്ള ഒരു മനുഷ്യനാണ്. അതോടെ ദയ തോന്നി ബെൻ തോക്ക് താഴ്ത്തി അവിടെ നിന്ന് തിരികെ പോവാൻ തുടങ്ങി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അന്വേഷിച്ച 2 ഗ്യാങ്സ്റ്റേഴ്സും വന്നിരുന്നു. അവിടെ ആരുമില്ല എന്ന് പറഞ്ഞ ബെൻ അവരെ വഴിതിരിച്ചു വിട്ടു. ഒരു തരത്തിൽ സാൻഡോയും മകനും ജനൽ വഴി പുറത്തുള്ള കമ്പിയിലൊക്കെ പിടിച്ച് താഴേക്കിറങ്ങി ഗ്രൗണ്ട് ഫ്ലോറിലെത്തി പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോ അങ്ങോട്ടേക്ക് അടുത്ത സംഘം ഗുണ്ടകൾ വന്നു. അതോടെ സാൻഡോയ്ക്കും മിറോയ്ക്കും വീണ്ടും തിരികെ കെട്ടിടത്തിനകത്തേക്ക് ഓടേണ്ടി വരികയാണ്. വന്നെത്തിയ ഗ്യാങ്സ്റ്റേഴ്സും സാൻഡോയും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. മിറോ ഓടി എവിടെയോ ഒളിച്ചു. സാൻഡോ അറ്റാക്കേഴ്സിനെതിരെ പൊരുതി. തന്റെ കഴിവിന്റെ പരമാവധി സാൻഡോ അവർക്കെതിരെ ചെറുത്തുനിന്നു. നല്ല രീതിയിൽ ഏറ്റുമുട്ടൽ നടത്തി. പക്ഷെ ഒരു ഘട്ടത്തിൽ പുറത്ത് അടിയേറ്റ് സാൻഡോ താഴെ വീണു. സാൻഡോയെ 2 ഗ്യാങ്സ്റ്റേഴ്സ് വലിച്ചടിച്ചു കൊണ്ടുപോവാൻ തുടങ്ങി. എന്നിരുന്നാലും തോറ്റു പിന്മാറാൻ സാൻഡോ ഒരുക്കമായിരുന്നില്ല. കരുത്ത് വീണ്ടെടുത്ത് സാൻഡോ അവർക്കെതിരെ പൊരുതി. ഒടുവിൽ തന്റെ എതിരാളികൾ മുഴുവൻ സാൻഡോ അടിച്ചിട്ടു. തന്റെ മകനായി അയാൾ തിരച്ചിൽ തുടങ്ങി. പക്ഷേ മാഫിയ ബോസ് സാൻഡോയുടെ മകൻ മിറോയെ പിടികൂടിയിരുന്നു. ഒടുവിൽ സാൻഡോ മാഫിയ ബോസിനെതിരെ നേർക്കുനേർ വന്നു. മാഫിയ ബോസ് സാൻഡോക്ക് നേരെ തോക്ക് ചൂണ്ടിയിരിക്കുകയാണ്. പക്ഷേ സാൻഡോ ഷൂട്ടൌട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഒരു ഘട്ടത്തിൽ സാൻഡോയും മാഫിയ ബോസും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കടന്നു. അവർ തമ്മിൽ ശക്തമായ ഫൈറ്റ് ആരംഭിച്ചു. ഒടുവിൽ മാഫിയ ബോസിനെയും അടിച്ചിട്ട് സാൻഡോ അവിടെ നിന്നോടി. തന്റെ മകൻ മിറോയെ തിരയാൻ തുടങ്ങി. മിറോ ഒരു ക്യാബിനറ്റിനുള്ളിൽ ഭയന്നൊളിച്ചിരിക്കുകയായിരുന്നു. മകനെ കണ്ടുകിട്ടിയതും സാൻഡോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാ വാതിലുകളും അടച്ചിരിക്കുകയാണ്. ഒരു വാതിൽ പോലും കാണുന്നില്ല. ഒടുവിൽ അവർ അവിടുത്തെ മെയിൻ ഡോറിന്റെ അടുത്തെത്തി. എങ്ങനെയെങ്കിലും അത് തുറക്കാൻ അവർ ശ്രമിച്ചു നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് പരിക്കേറ്റ മാഫിയ ബോസ് തോക്കുമായി വരുന്നത്. മാഫിയ ബോസ് വെടിയുതിർത്തെങ്കിലും റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ അങ്കിൾ ബെന്നിനായിരുന്നു വെടിയേറ്റത്. പിന്നാലെ അയാൾ വീണ്ടും അവരുടെ അടുത്ത് ചെന്ന് വെടിയുതിർ തയ്യാറായി നിന്നു. മരണം മുമ്പിലെത്തി നിൽക്കുന്നു. സാൻഡോ പാനിക്കായി തന്റെ തലക്കിട്ട് മുട്ടുവാൻ ആരംഭിച്ചു. അത് പെട്ടെന്ന് കണ്ടതും ബോസിന്റെ കണ്ണുകൾ തുറന്നു. സാൻഡോ ഓട്ടിസമുള്ള ഒരു വ്യക്തിയാണെന്ന് ബോസ് തിരിച്ചറിഞ്ഞു. അയാളുടെ മകളും ഓട്ടിസമുള്ള ഒരു കുട്ടിയാണ്. അതേ ചേഷ്ടകളാണ് സാൻഡോ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ മാഫിയ ബോസിന് വലിയ കുറ്റബോധം തോന്നി. അയാൾ തോക്ക് താഴ്ത്തി വാതിൽ തുറക്കാനുള്ള താക്കോൽ സാൻഡോയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. ഇതേ സമയം പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥരും പത്രപ്രവർത്തകരും ഒക്കെ എത്തിച്ചേർന്നിരുന്നു.
സാന്റോയുടെയും മറ്റും വിവരമറിഞ്ഞ് പുറത്ത് സാന്റോയുടെ മുൻഭാര്യയും എത്തിച്ചേർന്നിട്ടുണ്ട്. അവൾ വല്ലാതെ പാനിക്കായി നിൽക്കുകയാണ്. വൈകാതെ പോലീസ് അവിടുത്തെ ഗ്യാങ്സ്റ്റേഴ്സിനെയൊക്കെ അകത്ത് കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ തുടങ്ങി. കുഴപ്പമില്ലാതെ സാന്റോയും മകനും പുറത്തെത്തി. അപ്പോൾ മാത്രമായിരുന്നു നിഷേലിന് ആശ്വാസമായത്. മിറോ അമ്മയെ കണ്ടതും നിഷേലിനടുക്കലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. സാന്റോ നിഷേലിനോട് ക്ഷമ ചോദിച്ചു. നിഷേൽ സാന്റോയെയും ചേർത്തു പിടിച്ചു. താൻ ന്യൂയോർക്കിലേക്ക് പോകുന്നില്ലെന്നും തനിക്ക് തെറ്റുപറ്റിയതായി മനസ്സിലായതായും നിഷേൽ സാന്റോയോട് പറഞ്ഞു. അവര് വീണ്ടും ഒന്നിച്ച് നല്ലൊരു ഫാമിലിയായി മുമ്പോട്ട് പോകുമായിരിക്കാം. ഇതിനിടയിൽ മറ്റൊന്നുകൂടി നടന്നു. വലിയൊരു മയക്കുമരുന്ന് സംഘത്തെ തന്നെ പിടികൂടാൻ സഹായിച്ച സാന്റോയ്ക്ക് പോലീസിന്റെ പക്കൽ നിന്ന് 10 ബില്യൺ അഭിനന്ദന സൂചകമായി ലഭിച്ചു. സാന്റോ ഇപ്പോൾ വെറുമൊരു സാധാരണക്കാരനല്ല, ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ഹീറോവാണ്. എന്നിരുന്നാലും പതിവ് പോലെ അവൻ തന്റെ ഡെലിവറി ജോലി തുടർന്നുകൊണ്ടിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.